ഗുഡ് മോർണിംഗ്. അപ്പം ഞാൻ എണീറ്റിട്ട് ഇപ്പോൾ കുറച്ച് നേരമായിട്ടുണ്ട്. സമയം ഏകദേശം 6 ആവാറായി. ബട്ട് സ്റ്റിൽ എൻ്റെ മോർണിംഗ് ആണ് ഇപ്പോൾ നടക്കുന്നത്. മോർണിംഗ് ടൈമാണിത്. ഇന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. ഒരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫ്. ഫുള്ള് ഇല്ലല്ലോ, കഴിഞ്ഞല്ലോ, ഓൾറെഡി ഇത്ര സമയമായി. അതുപോലെ ഇപ്പോൾ സമ്മർ ആയതുകൊണ്ട് നമുക്ക് 8 മണി വരെയൊക്കെ സൂര്യനുണ്ട്, വെട്ടമുണ്ട്. അതൊരു സന്തോഷമാണ്. ഇപ്പോൾ ഒരു 5:30, 6 ഞാനിപ്പോൾ പുതിയൊരു റൂമിലേക്ക് മാറിയിട്ട് ഏകദേശം 1 മന്ത് ആകാൻ പോവുകയാണ്. അപ്പം ഈ റൂം അടിപൊളി റൂമാണ്, നല്ല വൈബുള്ള. എനിക്ക് ഭയങ്കര ഇഷ്ടം ഇവിടെ ഇരിക്കാൻ. അവിടെ ശരിക്കും ഇപ്പോൾ ഇഷ്ടപ്പെട്ട് തുടങ്ങി. നിങ്ങൾക്ക് ഇപ്പോൾ സംസാരിക്കുമ്പോൾ തന്നെ കുറേ കിളികളുടെ സൗണ്ട് കേൾക്കാമല്ലോ. ഇത് രാവിലെ തൊട്ട് കിളികളും അണ്ണാനും ഒക്കെ വരും. അണ്ണാൻ വലിയ നമ്മുടെ നാട്ടിലെ പോലെ കുറച്ചുകൂടി വണ്ണുള്ള നല്ല രസമുള്ളൊരു അണ്ണാനുണ്ട്. എപ്പോഴും അവിടെ നടക്കണതാണ്. അപ്പോൾ ഞാൻ നിങ്ങളതൊക്കെ കാണിച്ചു തരാം. പിന്നെ നമുക്ക് സാധനം വാങ്ങാൻ, അതായത് വീട്ടിലേക്കുള്ള ഗ്രോസറീസ് വാങ്ങാൻ വേണ്ടി പോകണം. വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. പക്ഷെ ഞാൻ കുറേ നാൾ കൂടിയിട്ട് ഇപ്പോൾ വ്ളോഗ് എടുക്കണോണ്ട് എനിക്ക് നല്ലൊരു എക്സൈറ്റ്മെൻറ്റ്. ഈ കാണുന്നത് എനിക്ക് ഇഷ്ടമുള്ളൊരു പ്ലേസാണ്. നമുക്കിവിടെ ഇരിക്കാൻ പറ്റുന്ന ഒരു ജനലാണിത്. നോക്കൂ, ആരാണ് അതൊന്ന്, ആരുടെ അത് നോക്കടാ. ഞാൻ ഇതിനെ ആദ്യമായിട്ട് കാണണേ കേട്ടോ. കറുമ്പു മതിൽ ചാടി വന്നതാന്ന് തോന്നുന്നു. അവിടെ ഒരു തുള ഉണ്ടോ? അതായിരിക്കും മിക്കവാറും എൻ്റെ വഴി. കാരണം ഇവിടെ പെറ്റ്സ് അലൗഡ് അല്ലെന്ന് തോന്നുന്നു ഈ ബിൽഡിങ്ങിൽ. കൊള്ളാം. നോക്കണം. ഇങ്ങനെ കുറച്ച് ഫ്രണ്ട്സ് ഇവിടെ വരും. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം. രാവിലെ എണീക്കുമ്പോഴേ കിളികളുടെ സൗണ്ടാണ്. പിന്നെ നമുക്ക് ഇവിടെ ഒരു ഗോൾഡൻ അവർ ടൈം ഇല്ലേ, അത് നല്ല രസമാണ് കേട്ടോ ഇവിടെ ഇരിക്കാൻ. അപ്പോൾ സംസാരിച്ചിപ്പോൾ ഒരുപാട് സമയമായിട്ടുണ്ട്. നമുക്ക് പോകണം, ഷോപ്പിൽ പോകണം. എനിക്ക് ഇവിടെ ഒരു മിററുണ്ട്. ഈ മിറർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഒരു ഷെൽഫ്, അതൊക്കെ ക്ലീൻ ആക്കണം. ഇന്നിപ്പോൾ നമുക്ക് കടയിൽ പോയിട്ട് വന്നിട്ട് ക്ലീനിങ് ഡേ ആണ്. അപ്പം എന്തായാലും പുറത്തു പോകല്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു നല്ലതായിട്ട് ഡ്രസ്സ് ചെയ്ത് പോകുന്നു. കാരണം അങ്ങനെ പോകുന്നത് വളരെ കുറവ് സ്ഥലങ്ങളിൽ. അപ്പോൾ ഇന്ന് എന്തായാലും വീഡിയോ ഒക്കെ എടുക്കുമായതുകൊണ്ട് എനിക്കൊരു മോട്ടിവേഷൻ കിട്ടി. അപ്പോൾ ഞാൻ വിചാരിച്ചു നല്ല ഡ്രസ്സ് ഇട്ടിട്ട് പറ്റുവാണെങ്കിൽ 2 ഫോട്ടോ ഒക്കെ എടുത്തിട്ട് വരാം. ഇവനാണ് പീച്ചു. ഇവൻ എങ്ങനെയാണ് പീച്ചു എന്ന് പേര് വന്നതെന്നറിയോ? ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ എനിക്ക് വീട്ടിലൊരു പൂച്ചുണ്ടായിരുന്നു, അതിൻ്റെ പേര് പീച്ചു എന്നായിരുന്നു. അപ്പോൾ അവനെ കുറച്ചായിട്ട് കാണുന്നില്ല, എവിടെയാണെന്ന് അറിയത്തില്ല. പാവം, എനിക്ക് ആകെ ഭയങ്കര വിഷമമായിരുന്നു ആദ്യം കേട്ടപ്പോൾ. പക്ഷെ ഇപ്പം അഡ്ജസ്റ്റ് ആയി. എന്നാലും ഭയങ്കര ഇഷ്ടമായിട്ട് കുറേ നാൾ വളർത്തിയ പൂച്ചയായിരുന്നു പീച്ചു. അവന് കാണാൻ നല്ല രസം. അപ്പം പീച്ചുവിൻ്റെ മിസ്സിങ് മാറാൻ വേണ്ടി ഞാൻ ഇതിനെ പീച്ചു എന്നാണ് വിളിക്കുന്നത്. ഇതെൻ്റെ കഴിഞ്ഞ ബർത്ത്ഡേക്ക് ഫ്രണ്ട്സ് ഗിഫ്റ്റ് ചെയ്തതാണ്. അപ്പോൾ ഞാൻ റെഡി ആയി കഴിഞ്ഞു. കുറച്ച് മേക്കപ്പ് കൂടിപ്പോയി എന്ന് തോന്നുന്നു. പക്ഷേ കുഴപ്പമില്ല, നമുക്ക് പോകണ വഴി കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാം. എങ്ങനെയുണ്ട്, കൊള്ളമോ? എൻ്റെ പുതിയ ഡ്രസ്സായിരുന്നു. ഇട്ടിട്ട് നല്ല തണുപ്പുണ്ട്, അപ്പോൾ നമുക്ക് കോട്ടിടാണ്ട് രക്ഷയില്ല. അതാണ് ഈ കോലത്തില്ലേ, വെറുതെ ആയിപ്പോയി ഒരുക്കൊക്കെ. എന്തായാലും ബാഗ് എടുക്കുന്നുണ്ട് സാധനങ്ങളൊക്കെ ഇടാൻ വേണ്ടിയിട്ട്. ടൂളിപ്സ് ആണെന്ന് തോന്നുന്നു. അയ്യോടാ, നല്ല ഭംഗിയുണ്ടല്ലേ. അതെ, ഇത് ടൂളിപ്സ് തന്നെയാ. നമുക്കിത് വിരിയണം നോക്കാം. നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ സൺസെറ്റാവും. എന്നത്തെ പോലെ റെഡിയായി ഇറങ്ങിയപ്പോൾ ഞാൻ ലേറ്റായി. അപ്പോഴത്തേക്ക് സൂര്യൻ അതിൻ്റെ വഴിക്ക് പോയി. വെട്ടമില്ലാണ്ട് ഫോട്ടോ എടുത്തിട്ടൊന്നും നന്നായിട്ട് കിട്ടിയില്ല. പിന്നെ ഞാൻ ഷോപ്പിലോട്ട് നേരെ നടന്നു. ഇവിടെ നടക്കാനുള്ള ദൂരമുള്ളൂ. ഗൈസ്, ഇങ്ങനത്തെ ഫ്രണ്ട്സ് ഉണ്ടോ നിങ്ങൾക്ക്? ഇതുപോലെ എന്ത് നല്ലതായിട്ട് വന്നാലും അതിനെ നെഗറ്റീവ് പറഞ്ഞ് നമ്മളെ തളർത്തുന്ന ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ആരെങ്കിലും കാണുന്നുണ്ട് കമൻറ്റ് ചെയ്യും. ഗൈസ്, അപ്പോൾ നമ്മളുടെ സെയിൻസ്ബറിയിൽ വന്നിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെയൊക്കെ വ്ളോഗ് എടുക്കുന്നത്, അതുകൊണ്ട് എനിക്ക് അറിഞ്ഞുകൂടാ. ഓക്കെ, എന്തോരം ഫ്ലവേഴ്സാണ് നോക്കിയേ. ഞാൻ എടുക്കുന്ന സാധനങ്ങൾ എനിക്ക് നിങ്ങളെ കാണിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ ക്യാമറ എടുക്കാനുള്ളൊരു മടി കാരണം ഞാൻ ആദ്യം ഒന്ന് ട്രൈ ചെയ്തു. അപ്പോൾ എല്ലാവരും നോക്കുന്നത് കണ്ടിട്ട് എനിക്ക് പിന്നെ മടിയായി. പിന്നെ കുറച്ച് സ്കൂളിൽ വെയിറ്റ് ഉള്ള സാധനങ്ങളായതുകൊണ്ട് ഞാൻ പിന്നെ ഊബർ എടുത്താണ് വീട്ടിലേക്ക് വന്നത്. അപ്പോൾ ഞാൻ പോയിട്ടൊക്കെ വന്നു. അപ്പോൾ പിന്നെ എൻ്റെ പണിയിലേക്ക് കടക്കട്ടെ. പക്ഷെ മടിച്ച് കുറച്ചേരം ഇങ്ങനെ ഇരിക്കുമായിരുന്നു. എന്തായാലും തുടങ്ങണം. ഞാനൊരു സിനിമ ലാപ്പിലിട്ടിട്ടുണ്ട്, പഴയ സിനിമ.
എനിക്കിവിടെ വന്ന പിന്നെ ഏറ്റവും വ്യത്യാസം വന്നത് ഈ വൃത്തിയുടെ കാര്യത്തിലാണ്. പണ്ട് ഞാൻ ഭയങ്കര പർട്ടിക്കുലർ ആയിരുന്നു. എനിക്ക് ഭയങ്കര ക്ലീൻ ആയിട്ടില്ലെങ്കിൽ ഉറങ്ങാൻ പറ്റില്ല, കിടക്കാൻ പറ്റില്ല, അങ്ങനെയൊക്കെയായിരുന്നു. പക്ഷേ ഇപ്പോൾ ജോലിയും അത് കഴിഞ്ഞിട്ടൊന്ന് ടയേർഡും ഒക്കെ ആകുമ്പോഴത്തേക്ക് എനിക്ക് അങ്ങനെ കാര്യമായിട്ട് ക്ലീനിങ് എന്നും ചെയ്യാൻ പറ്റാറില്ല. അപ്പോൾ ടൈമുള്ളപ്പോൾ ആണ് നമ്മൾ ഫുള്ളായിട്ട് അങ്ങ് ക്ലീൻ ചെയ്യാറ്. അപ്പോഴത്തേക്ക് എനിക്ക് കുറച്ച് വിശന്നു. അപ്പം ഞാൻ കുറച്ച് കേക്ക് എടുത്ത് കഴിച്ചു. ഇത് എൻ്റെ ഫേവറേറ്റ് കേക്കാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഗൈസ് അങ്ങനെ കുളിയെല്ലാം കഴിഞ്ഞു. ഇതേ റൂമൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്, അത്യാവശ്യം വൃത്തിയാക്കിയിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. നമുക്ക് എല്ലാം ഞാൻ ക്ലീൻ ആക്കിയിട്ടുണ്ട് അത്യാവശ്യം. ഇനിയിപ്പോൾ സമാധാനമായിട്ട് കിടന്നുറങ്ങാം. പക്ഷെ കഴിക്കാൻ പറ്റിയില്ല, കഴിച്ചിട്ട് കിടന്നുറങ്ങാം. എനിക്ക് ഇന്നലെ ഉണ്ടാക്കിയ ചിക്കൻ കറി ഉള്ളതുകൊണ്ട് ചോറിടാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ വേഗം ചോറിട്ടു. പിന്നെ അത് ചൂടാക്കുമായിരുന്നു ചിക്കൻ കറി. ഞാൻ എൻ്റെ ഫുഡ് കഴിക്കാൻ പോവാണ്. അത് കഴിച്ചിട്ട് വേഗം കിടന്ന് ഉറങ്ങണം. ഞാൻ മടുത്തു, ഇനി ഒന്ന് ഉറങ്ങണം. അപ്പോൾ വേറെ ഒന്നുമില്ല, ഉറങ്ങട്ടെ. ബൈ, ഗുഡ് നൈറ്റ്. ഗൈസ്, നമ്മളപ്പോൾ ഇന്ന് തുടരും മൂവി കാണാൻ പോവാണ് ഗൈസ്. നമ്മൾ ഊബറിലാണ്. നമ്മുടെ കൂടെ ജോസഫ് ബിയോണുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ ഊബറിൽ അങ്ങോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. സിനിമ നല്ല ലേറ്റായിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത്. അപ്പോൾ ഇവർ വെച്ച് വ്ളോഗ് എടുക്കുന്നില്ലേടി, അന്ന് ഞാൻ എടുത്തേക്കാതെ ഓർത്തെടുത്തു. പക്ഷെ എന്നെ ചിരിപ്പിച്ചുകൊണ്ടേ ഇരിക്കുമായിരുന്നു. പോകുന്ന വഴി നല്ല ബ്ലോക്കും ഉണ്ടായിരുന്നു. ജോസഫ് ഒരു ഹായ് പറയാ എൻ്റെ വ്ളോഗില്. ലേറ്റായി ഗായ്സ്, പിന്നെ ബ്ലോക്കിലാണ്. ഇനി എന്തിനാ പോണേ സിനിമ കാണാൻ? ഇവ മമ്മൂട്ടി ഫാനാണ്, അതിൻ്റെയാണ് ഇവൻ ഈ കാണിക്കുന്നത്. ലാൽട്ട ഫാൻ ഇവിടെ നെഞ്ചിരിക്കുന്നു. വേഗം പോടോ, വേഗം പോടോ. ഇയാളാണെങ്കിൽ കറക്റ്റ് ബ്ലോക്കുള്ള വഴിയിലാണ് നമ്മൾ ലേറ്റാണ്. നമ്മൾ സിനിമയിലേക്ക് ഓടുകയാണ് ഗായ്സ്. യൂണിവേഴ്സിറ്റിയിലായിരുന്നു. അപ്പോൾ ക്ലാസ്സിൽ പോലും കറക്റ്റ് ടൈമിൽ ചെല്ലാത്ത ജോസഫാണ് ഈ ഓടുന്നത്. ലാലേട്ടൻ്റെ പടമായതുകൊണ്ട് മിസ്സാക്കില്ല എന്ന് പറഞ്ഞിട്ട്. എന്തായാലും കുറച്ച് ആഡ്സ് ആദ്യമേ കാണിക്കണോണ്ട് നമ്മൾ ലേറ്റൊന്നും ആയിട്ടില്ലായിരുന്നു, സിനിമ തുടങ്ങിയിട്ടില്ലായിരുന്നു ചെന്നപ്പം. അങ്ങനെ നമ്മൾ ഓടി വന്ന് കയറി. ഞാനൊരു ഫീൽ ഗുഡ് മൂവി എന്നൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഞാൻ ചെന്നത്. നമ്മളിപ്പോൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് പകുതി മിസ്സാവും. എന്ത് ചിരിക്കടാ നീ? എവിടെയാണ് കണ്ടുപിടിച്ചു. അടിപൊളി പടം, എനിക്കിഷ്ടമായി. പൊളിയായിരുന്നത്, എനിക്കിഷ്ടമായി. പക്ഷെ ഇവിടെ അടുത്തരാണെങ്കിൽ ഭയങ്കര സങ്കടം. ഇവിടെ ഒരാൾക്ക് മാത്രം ഭയങ്കര സങ്കടമാണ്. പടം നന്നായതിൻ്റെ സങ്കടം. ഇതേ കൺസിഡർ. എങ്ങനെയുണ്ടായിരുന്നു പടം പോണേ? ഒന്നും പറയാൻ കിട്ടാത്തതിൻ്റെ വിഷമം. നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ് ഗൈസ്. വിശന്ന് പിരാന്തായി. പട്ടായൊന്നുമല്ല, ഇത് ബർമിംഗ്ഹാം സിറ്റി സെൻറ്ററിലാണ് നമ്മളിപ്പോൾ. എല്ലാവരും വിശന്ന് പിരാന്തായി. പിന്നെ വന്നപ്പോൾ തണുപ്പില്ലായിരുന്നു, ഇപ്പോൾ തണുപ്പുണ്ട്. എവിടെയാണ് നമ്മൾ പോണേ? ഡിക്സി എവിടെയാ? ഡിക്സി ഇവിടെയാണ്. എന്താ ഓർഡർ ചെയ്യേണ്ടതെന്ന് ആലോചിച്ച് ഞങ്ങൾ കുറേ നേരം അവിടെ നിന്നിട്ട് അവസാനം ഇവന്മാർ എന്തൊക്കെയോ വാങ്ങിച്ചു. ഫുഡൊക്കെ ഓർഡർ ചെയ്ത് കഴിക്കാൻ പോവാണ്. എന്തൊക്കെയോ വാങ്ങിയിട്ടുണ്ട് എനിക്ക് അറിയാൻ. അവനാണെങ്കിൽ നമ്മളെ സിനിമ ഇറങ്ങിയപ്പോൾ അവൻ ചോദിച്ചതാ തട്ടുകട ഒന്നുമില്ല ഇത് കഴിക്കാൻ. ആളാണ് വലിയ ഷോട്. അത് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ ഇന്നത്തെ ഈ വ്ളോഗിൽ. താങ്ക്സ് ഫോർ വാച്ചിങ്.